പാടി തുടങ്ങല്ലേ? തുടങ്ങി. എന്ത് പറഞ്ഞാലും തగ్గോ. ഇന്ന് ഇച്ചിരി പൊക്കി പറയാൻ ഞാൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഷൈൻ ചേട്ടൻ എങ്ങാനും ആണോന്ന്. പിന്നെ തഗ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ധ്യാൻ ചേട്ടനാന്ന്. കാരണം ഇന്റർവ്യൂവിൽ ഏറ്റവും നല്ല തഗ് അടിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണല്ലോ. ഷൈനല്ല, ഷൈൻ ചേട്ടൻ തഗ് അടിക്കും, പക്ഷെ ഇങ്ങനെ അടിച്ചിരുത്തുന്ന തഗ്ഗുകൾ ധ്യാൻ ചേട്ടൻ മാത്രമേ തരാറുള്ളൂ. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണല്ലേ? ചാനൽ മാറി മാറി വരിക. നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്, ഹാപ്പി ഫ്രണ്ട്സ്. തീരെ ഹാപ്പി അല്ല. അവിടെ കേറുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഹാപ്പി ആയിരുന്നു. ഇറങ്ങുമ്പോഴേ അത്ര ഹാപ്പി അല്ല. എങ്ങനെ പോകുന്നു? സുഖം. സുഖം സുഖല്ലേ? പൂക്കളം, ഊഞ്ഞാല്, പുലി, ഹാപ്പി ആവണം. നമ്മള് ഒന്നിച്ച് മുന്നേ വിഷു ആയിരുന്നു ആഘോഷിച്ചത്. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു റംസാൻ ആഘോഷിക്കാൻ അടുത്ത തവണ വരാന്ന്. പക്ഷെ കണ്ടോ, ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലേ എന്റെ കൂടെ. ഇതിലും വലുതെന്തോ എല്ലാ കൊല്ലവും വരും ഇതേപോലെ. വീടൊന്നും തുറന്നു കൊടുക്കല്ലേ, നിങ്ങളെ മറ്റേ എല്ലാം പൊക്കും. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്ത ട്രിവാൻഡ്രത്തെ വീട്ടില് ഇവളായിരുന്നോ? ഞാൻ എന്നിട്ട് എന്തൊക്കെ കാണാതായില്ലേ? രാവിലെ വന്നതാ. ഇവർക്ക് ഒരു ചെലവില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അടക്കം ഞാനാ കൊടുത്തത്, അതിന്റെ ഫുൾ ചെലവ്. എന്നിട്ട് ഇതിന് എത്ര വ്യൂസ് കിട്ടി, അതിനെന്താ ഇത്ര പൈസ കിട്ടി കാണും. അതിനകത്തുനിന്ന് ഒരു ശതമാനം നമുക്ക് തരിക, ഒരു മര്യാദ ഒന്നുമില്ല. കുറഞ്ഞത് ഒരു 10-25 ലക്ഷം ഉറുപ്പിക കിട്ടി കാണും. എനിക്കല്ല, ഇത് ഞാൻ വേറെ ചാനലിൽ വർക്ക് ചെയ്തായിരുന്നു. ചാനല് തോറും ഇങ്ങനെ കേറി ഇറങ്ങല്ലടാ, ഓർമ്മ കാണില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ വീട് ഏൽപ്പിച്ചിട്ട് ധ്യാൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതോടുകൂടി അതങ്ങ് തീർന്നു. വീട്ടില് കുറച്ച് കൊപ്രയൊക്കെ ഉണക്കിയിടാനിട്ടിരുന്നു, അതടക്കം അടിച്ചോണ്ട് പോയി. ധ്യാൻ ചേട്ടാ, ഇവിടെ വന്നിപ്പോ നിക്കുമ്പോ ഏറ്റവും നല്ല ഓണം ഏതാ ധ്യാൻ ചേട്ടന്റെ? ഈ ഓണം അല്ല, അതല്ലാന്ന് എനിക്ക് പിന്നെ വേറെ എന്ത് പറയാം? പറ, അച്ഛന്റെ അമ്മയുടെയും വിനീതേട്ടന്റെ ഒക്കെ കൂടെ ആഘോഷിച്ച ഏറ്റവും നല്ല ഓണം ഏതായിരുന്നു? വിനീതേട്ടന്റെ കൂടെ ധ്യാൻ ചേട്ടൻ പിന്നെ ചെന്നൈയിലും മദ്രാസിലും ഒക്കെ ആയിരുന്നല്ലോ, ബിസി ആയിരുന്നു കുറച്ചുനാള്. ഇല്ല, അങ്ങനൊരു ഓണം ഇതുവരെ എന്റെ ഓർമ്മയിലില്ല. ഒന്ന് അച്ഛൻ ഇന്ന് ഓണമാണല്ലോ, ഒന്ന് വീട്ടിൽ പോയേക്കാം, അല്ലെങ്കിൽ മക്കളോട് ആഘോഷിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വീട്ടിലൊന്നും വരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ പിന്നെ എവിടെയോ ആണ്. അപ്പോ നമ്മള് ആരെങ്കിലും പറഞ്ഞു വേണം അറിയണം ഇന്ന് ഓണമാണ് എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചൊരു ഓണം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഓണം ആയതുകൊണ്ട് പിന്നെ കൂടുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഓണത്തല്ല് കിട്ടിയിട്ടുണ്ടോ? ഓണത്തിനായിട്ട് കിട്ടിയിട്ടില്ല, അല്ലാതെ തല്ല് കിട്ടിയിട്ടുണ്ട്. തല്ല് കൊടുത്തിട്ടുണ്ടോ? ഏത് ഓണത്തിനോ? ഇല്ല, തല്ല് കിട്ടിയതാണ് കൂടുതലും. അതുകൊണ്ട് കൊടുക്കാൻ ഞാനെണ്ണം തല്ലുന്നുണ്ട് ഒരാളെ. ഇത് കഴിയട്ടെ. ധ്യാൻ ചേട്ടാ, വിഷുവിന് ഞാൻ ധ്യാൻ ചേട്ടന് കസവുള്ള മുണ്ട് കൊണ്ട് തന്നു. ഇന്നെങ്കിലും ധ്യാൻ ചേട്ടന് കസവുള്ള മുണ്ട് കൊടുത്ത് വന്നുകൂടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്കെല്ലാം കോസ്റ്റ്യൂം കട്ടസി ആയിരിക്കുമല്ലോ. ഇതൊക്കെ ഇത് കഴിയുമ്പോ ഊരിക്കൊണ്ടുപോകും പരിപാടി കഴിയുമ്പോഴേക്കും. അതിന് കൊളാബ്, അതിന് പൈസ വേറെയാ. ഏത് എടാ, ഇവളപ്പോ എത്ര കാശുണ്ടാക്കുന്നുണ്ടോ? ഈ ഡ്രസ്സ് വേറെ കട, ഷോള് വേറെ കട, ഇതിന്റെ ഓർണമെന്റ്സ് വേറെ കട. ഇവള് മുല്ലപ്പൂ അടക്കം ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതടക്കം കൊളാബ് ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആളാ. എങ്ങനെയെങ്കിലും ഇല്ല ധ്യാൻ ചേട്ടാ, വിഷുവിന് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോ ജീൻസും ഷർട്ടും ഇട്ട് വന്നേക്കാ. ഞാൻ ചോദിച്ചു, ധ്യാൻ ചേട്ടാ ഇങ്ങനെയാണോ ഇന്റർവ്യൂവിന് വന്നിരിക്കണേ? എടി, എന്റെ കയ്യിൽ മുണ്ടില്ലാന്ന്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുണ്ട്. ഒരു മുണ്ട് കൊണ്ടാ വന്നേ. എങ്ങാനും നീ മുണ്ടെടുത്തിട്ട് വന്നല്ല, പോകുമ്പോ മുണ്ടൂരി കൊണ്ടുപോയി. അത് കേട്ടസിയാ. അതിന് നിന്റെ ഫോട്ടോ എടുത്തിട്ട് വല്ലോ ഉറപ്പല്ലേ? ഇല്ല, ഞാൻ ധ്യാൻ ചേട്ടന്റെ കൂടെ ഇങ്ങനെ നിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടോളൂ. തിളക്കത്തിൽ അശോകട്ടൻ നിൽക്കൂല, ലാസ്റ്റ് പോകുമ്പോ മുണ്ടും കൂടെ വലിച്ചോണ്ടാണ് പോയത്. ഓക്കെ.